ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് പോയതാടോ റിസപ്ഷൻ. ഇന്നലെ ഞങ്ങൾക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ കാണാൻ പോകുന്നത്. റിസപ്ഷൻ കുമ്പിടി വെച്ചിട്ടായിരുന്നു. ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ ഒരു റിസപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എല്ലാം കെട്ടും പാണ്ടൊക്കെ ആയിട്ട് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്, മണ്ണിയം പെരുമ്പലം. ഞാൻ എൻ്റെ പുതിയ ചെരുപ്പിട്ടൊരു ഷോ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അമ്മ അപ്പുറത്ത് കൂടെ കയറാൻ പോയതാ. അപ്പുറത്താണ് ഡോറ്. അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല, അതാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഉച്ചയ്ക്ക് തന്നെ പോയി. കാരണം ഏട്ടനെ ശരിക്കും 4 മണി 5 മണി നേരത്തെ ഇവിടുന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു റിസപ്ഷന്. പക്ഷെ അത് നടന്നില്ല. ഏട്ടനെ വാടകയുള്ള കാരണം ഞങ്ങൾ നേരത്തെ തന്നെ മണ്ണിയം പെരുമ്പലം ഇറക്കി. എന്നിട്ട് അവിടുന്ന് റെഡി ആയിട്ടാണ് ഞങ്ങൾ നേരെ റിസപ്ഷന് പോവുകയാണ് ചെയ്തത്. രാത്രിയായി എത്താൻ വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്തിടാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. ആകെ ടയേർഡായി ഞങ്ങൾ. അപ്പോൾ പ്രിയ മാം അവിടെ എവിടെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞങ്ങളെ കണ്ടില്ല. അപ്പോൾ ആ പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതെ, പിന്നെ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഞങ്ങളുടെ ലോങ് വീഡിയോക്കൊക്കെ അതെ വ്യൂസ് കുറവാണ്, കൂടുതലാവട്ടെ. നിങ്ങളിങ്ങനെ വെറുതെ കണ്ടുപോകാതെ ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും. വലിയ വലിയ ആളുകളുടെ ചാനലുകൾ കണ്ടാൽ മാത്രം മതിയോ? നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ചാനലും ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. എന്നാലേ ഞങ്ങൾക്കൊരിതുണ്ടാവുള്ളൂ. എവിടെയാടാ? മേടത്തൂർ അല്ലേ? അല്ല, തൃത്താല. ഈ സ്കൂളിലാണ് കേട്ടോ എൻ്റെ അമ്മ പഠിച്ചത്. അതാണ് പറയുന്നത്. തൃത്താല സ്കൂളാണ്. ഈ സൈഡും പഠിച്ചിട്ട് ആ സൈഡും പഠിച്ചിട്ട്. എൻ്റെ കോളേജ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഗവൺമെൻറ് തൃത്താല കോളേജിലാണ് പഠിച്ചത്. ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃത്താല. അവിടെയായിരുന്നു കോളേജ്. ഇപ്പോൾ അത് മാറ്റിയിട്ട് മലറോട്ടിക്ക് ആക്കി കേട്ടോ. അവിടെയാണ് ഇപ്പോൾ പുതിയ കോളേജ്. ഇപ്പോൾ അടിപൊളി കോളേജാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല. ഫസ്റ്റ് ബാച്ച് ഞങ്ങളായിരുന്നു. ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ബാച്ചിനൊന്നും വിളിച്ചില്ല അവർ. അതാണ്ടായേ. അപ്പം ഞങ്ങൾ അപ്പോൾ ഇത് പള്ളിയുടെ അവിടെ ഇന്ന് വെള്ളിയാഴ്ച ഇന്നലെ ആയതുകൊണ്ട് പള്ളിയിൽ കുറേ ആൾക്കാരുണ്ട്. കാരണം പള്ളിക്ക് പോവുമല്ലോ, ഫ്രൈഡേ ആയ പള്ളിയിൽ എന്തോ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് കേട്ടോ, കുറേ തിരക്കായിരുന്നു, കുറേ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ MT വാസുദേവൻ നായരല്ലേ അമ്മേ? MT വാസുദേവൻ നായരുടെ നാടായ കൂടല്ലൂർ എത്തിയിട്ടോ. അവിടുന്ന് കുറച്ചേ ഉള്ളൂ മണ്ണിയം പെരുമ്പലത്തേക്ക്. അപ്പോൾ പിന്നെ അവിടുന്ന് കണ്ടപ്പോൾ നല്ല പാടൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ചെടുത്ത്. ഇപ്പോൾ ഞങ്ങൾ മണ്ണിയം പെരുമ്പലം എത്താറായിട്ടോ. നമ്മുടെ ചേച്ചിയുടെ വീടാണ് മണ്ണിയം പെരുമ്പലം. അവിടേക്കാണ് ഞങ്ങൾ പോയത്. ആ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അതാണ് കൂടല്ലൂർ സ്കൂള്. ഇവിടെയാണ് നമ്മുടെ പ്രശസ്ത എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ വീട്. VT ഭട്ടതിരിപ്പാട് നമ്മുടെ മേഴത്തൂർ. ഇത് MTയുടെ നാട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തുകയാണ് കേട്ടോ അങ്ങോട്ട്. റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായി ഗൈസ് വീട്ടിലെത്താൻ. അതാണ് ഉണ്ടായത്. വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങൾ കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് എടുത്തു. പിന്നെ നമുക്ക് ഈ വലിയ യൂട്യൂബേഴ്സൊന്നും അല്ലല്ലോ. അപ്പം അതിൻ്റേതായ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. അതൊക്കെ നികത്തിയിട്ടാണല്ലോ വലിയവരാവുക. അപ്പോൾ ഇത് കൂടെയാണ് പോവുക കേട്ടോ. അമ്മമ്മയുടെ ഇടവഴിയൊക്കെ ഉണ്ട്. റോഡ് വളരെ മോശം. ഞാനത് തുറന്നു പറയും. ഇത് കാണുന്ന റോഡ് അധികാരികൾ ഇത് കാണട്ടെ. വളരെ മോശം. ഏത് റോഡാണ് നല്ലത് വെച്ചാൽ അറിയില്ല. ഈ റോഡ് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ രാത്രിയൊക്കെ വരികയാണ്, അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടുപോകും. കാരണം അവിടെ ഒരു കുളം കൂടി ഉണ്ട്. ഈ രാത്രി വരണവർ മറ്റേ മാപ്പൊക്കെ ഇട്ടിട്ടാണ് വരണമെങ്കിൽ ഭയങ്കരമായിട്ട് പെടും. അതാണ് അവിടുത്തെ കുളം. ഇതിപ്പോൾ രാത്രിയൊക്കെ വരണമെങ്കിൽ തീരെ അന്തും കുന്തും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് പിന്നെ അറിയണതുകൊണ്ട് കുഴപ്പമില്ല. കുളത്തിലൊക്കെ ഫുള്ള് വെള്ളമായിട്ടിരിക്കുക കേട്ടോ. വീരണ്ട ഇതിവിടെ പാപ്പ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ വഴിയാണ് കേട്ടോ പോവുക അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക്. അതെ, ആ വളവെത്തിയ അമ്മയുടെ ചേച്ചിയുടെ വീടായി മണ്ണിയം പെരുമ്പലം. അതാണ് വീട്. ഇപ്പം ഞങ്ങൾക്ക് വീട് കാണാം കേട്ടോ. പിന്നെ അവിടെ തൊഴിലുറപ്പ് പണിക്കാർ വന്നിട്ട് നേരാക്കിയിട്ടുണ്ട് എന്ന് പറയായിരുന്നു കേട്ടോ അമ്മ. അതാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് വല്യമ്മയുടെ വീട്. ഇതാണ് കേട്ടോ വീട്. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ എത്തി. കുറച്ച് നേരം അവിടെ അവർ കളിച്ചു. അവനെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു പുതിയ വീട് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ അധികമൊന്നും അവിടുന്ന് വീഡിയോ എടുത്തില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ ഒന്ന് എടുത്തു. പിന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, വലിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഇവിടെ ഒരു ഡാൻസ് ഷൂട്ട് ചെയ്തു. ഇവിടെ സോഫയൊക്കെ കിട്ടിയപ്പോൾ അവനെ വല്ല രാജകീയ പദവിയിലുള്ള ഇരുത്തമായിരുന്നു. അതെ, രാജാവിൻ്റെ സീറ്റ് പോലെയായിരുന്നു അവൻ്റെ ഇരുത്തൊക്കെ. പിന്നെ ഞാൻ ബെഡിൽ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവച്ചു. ഇതാണ് വല്യമ്മ കിടക്കുന്ന റൂം. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് ഫുഡൊന്നും കഴിച്ചില്ല. ചായ വൈകുന്നേരം കുടിച്ചു. അതാണ് ഉണ്ടായത്. പിന്നെ വേദു അവിടെ ഇങ്ങനെ ഓരോന്ന് പിടിക്കലും. ആ കോണിപ്പടി ഉണ്ട് അവിടെ. നമ്മുടെ വീട്ടിൽ കോണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല. അവിടെ കോണിപ്പടി ഉള്ളതുകൊണ്ട് ഇവൻ അങ്ങോട്ട് കയറുക അങ്ങോട്ട് ഇറങ്ങുക. ഇത് ബേബി എടുത്ത വീഡിയോ. അതിൻ്റെ ഇടയ്ക്ക് ബേബി കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് അവിടെ എന്തോ ചെടികളോ
എന്തൊക്കെയോ ഉള്ളത് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മ വന്നപ്പോ അമ്മ ഓടി. ഞാൻ ഓടിയെന്നോ? അമ്മ ഇടയ്ക്ക് വന്നില്ലേ? അതെ. ആ എനിക്ക് ഓർമ്മയില്ലടാ. അതെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അവളപ്പോൾ ആ വീടൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. പിന്നെന്താ നീ ഷൂട്ട് ചെയ്യണല്ലേ, മറ്റേ ഡാൻസ് ഷൂട്ട് ചെയ്യണം പറഞ്ഞിട്ടേ അമ്മമ്മയുടെ തമന്നയുടെ നല്ല ഡാൻസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ചുക്കീരാത്ത് പറഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്യായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതെ പ്രാക്ടീസ് ചെയ്തു ഞങ്ങൾ കുറച്ചേരം. പിന്നെ കുറച്ചേരം ഞാൻ വേദുവിനെ പുറത്തേക്ക് ഇറക്കിയിട്ടോ. അവിടെ അകത്തൊക്കെ അവൻ കസാരൊക്കെ നീക്കുമായിരുന്നു. പിന്നെ ബേബിക്ക് ചെറിയ ചുമ ഉണ്ട് കേട്ടോ, നല്ല ചുമ ഉണ്ട്. അതാണ് കളിക്കണത്. ആ ഡാൻസ് പ്രാക്ടീസാണ് അവിടെ നടക്കുന്നത്. തമന്നയുടെ അടിപൊളി ഡാൻസാണത്. അത് കളിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. നിങ്ങൾ കാണാത്തവർ പോയി അത് കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതൊക്കെ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യേണ്ട. നമ്മൾ നിർബന്ധിച്ചിട്ട് ഇപ്പോൾ ലൈക്ക് ചെയ്യിപ്പിക്കണില്ലല്ലോ. പിന്നെ നമ്മുടെ വീഡിയോസ് ഇപ്പോൾ എല്ലാവരും കാണണം നമ്മൾ നിർബന്ധം പിടിക്കാനും പറ്റില്ല. അതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതെ വേദുവിനെ മോളിന്ന് ആനക്കുട്ടീനെ എടുത്തു കൊടുത്തു ഇവള്. പിന്നെ ഇവള് അവളുടേതായ റെഡി ആവാൻ പോവുകയല്ലേ ഇത്. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ റെഡി ആവാൻ പോവുകയും കേട്ടോ. ഇവിടെ എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ, ഞാനൊന്നല്ല. പിന്നെ അവളെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യിപ്പിച്ചു. ഇതാണ് മേക്കപ്പ് ചെയ്ത കോലം. എങ്ങനെയുണ്ട് ഗൈസ്? വേദു പാപ്പ. അപ്പോൾ പിന്നെ അവള് സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നു. ക്ലിയർ ഉണ്ടായിരുന്നില്ല പറഞ്ഞിട്ട് അവൾ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ജീൻസും ഈ ഒരു ജീൻസും ടോപ്പാണ് ഇട്ടത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇതാണ് അവളുടെ ഔട്ട്ഫിറ്റ്. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക്, ഒരു ന്യൂഡ് കളർ ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലിപ് ലൈനറും വാങ്ങി. അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും ബേബി ആദ്യം റെഡി ആയിട്ടാണ് അമ്മ വേദുവിനെ ഇതാക്കി റെഡിയാക്കി. വേദുക്കുട്ടൻ നല്ല ബ്ലാക്ക് ജീൻസും പറയൂ ബ്ലാക്ക് ജീൻസും പിന്നെ അതുപോലെ തന്നെ ടോപ്പുമാണ് ഇട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും കൂടി പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അവനെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാമെന്ന്. അവൾക്ക് ഇടയ്ക്ക് ചുമയുണ്ട്. നീ ആവശ്യമുള്ളപ്പോൾ സംസാരിച്ചാൽ മതി കേട്ടോ. അവൾ പിണങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ പിന്നെ ഇതാണ് ഇത്ര ഞങ്ങൾ റെഡിയായി. പിന്നെ അമ്മമ്മ അത് അവിടെ റെഡി ആയിരുന്നു, ഞാനും റെഡി. എൻ്റെ ഔട്ട്ഫിറ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ ഗൈസ്. പക്ഷെ നിങ്ങൾക്കിതിൽ കാണുന്നില്ല. ഇവള് പറഞ്ഞു എന്നോട് വരണ്ട അത്. പിന്നെ നമ്മളെ കാണാൻ അത്ര രസമൊന്നുമില്ല, മതി. അപ്പം പിന്നെ ഞങ്ങളിതാ അമ്മമ്മ ചേച്ചിയുടെ തന്നെ ഒരു റിലേറ്റീവ് ഉണ്ട്. ആളാണ് ഞങ്ങളതിനെ കാറിൽ അങ്ങോട്ട് ആക്കി തന്നത്. അവിടെ തന്നെ അടുത്ത് തന്നെ ആയിരുന്നു മണ്ഡപം റിസപ്ഷൻ്റെ. അവിടെ പോയി ഞങ്ങൾ കുറച്ച് നേരം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ പൂജാരിയെ പോലെ എത്ര ഗൈസിനായിരിക്കണത്, നിങ്ങൾക്ക് കാർഡില്ല. പിന്നെ എനിക്കിന്നൊരു എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അത് വലിയൊരു സംഭവമായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അതാണ് മണ്ഡപം. പിന്നെ അവിടെ എത്തിയപ്പോഴേക്ക് ചടപ്പായി. എല്ലാവരും നമ്മളെ തന്നെ നോക്കിക്കുമായിരുന്നു, എന്താ ഇപ്പോൾ ഇത് എന്നുള്ളൊരു ഗതിയിൽ. അത് കാരണം എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നോക്കിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങോട്ട് എടുത്തു. ഇതാണ് ചെക്കൻ്റെ അമ്മ. ഫ്രണ്ടിൽ നിൽക്കുന്നത് ചെക്കൻ്റെ അമ്മയാണ്. ചെക്കൻ്റെ പാർട്ടിയും പെണ്ണിൻ്റെ പാർട്ടിയും ഉണ്ട് ഞങ്ങൾക്ക്. അത് കാരണം ആരുടെ പാർട്ടി വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഞങ്ങളിതാ മോളിക്ക് കയറിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. ചെക്കനും പാർട്ടിയും ഫോട്ടോസൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കണ്ടായിരുന്നു. ഞങ്ങളെ പിന്നെ ഫോട്ടോ ഒന്നും എടുത്തൂല പോയൂല കേട്ടോ. പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കണത് കണ്ടു. അവരുടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ, എൻ്റെ കല്യാണ ടൈമിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി കെട്ടാല്ലേ അച്ഛനായിട്ട്. അപ്പോൾ പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടി നമുക്കിപ്പോൾ അങ്ങനെ കെട്ടല്ലോ. സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട്. ഇതാണ് ചെക്കനും പെണ്ണും കേട്ടോ. ഫുള്ള് ഗിൽറ്റായിട്ടായിരുന്നു. അതെ തിളങ്ങിയിട്ടായിരുന്നു ഗൈസ് അവരുടെ ഡ്രസ്സ്. അതെ എൻ്റെ റിസപ്ഷൻ ഡ്രസ്സ് ഇതായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം വെച്ചെങ്കിൽ പാകമായില്ല. അതാണ് ഉണ്ടായിരുന്നത്. പാകമായിണ്ടായിരുന്നില്ല. ഇവർ അളവിന് മാറി തുന്നിയാൽ പിന്നെ എങ്ങനെയാണ് പാകാവുക? ഇതാണ് ഓൾ ഫാമിലി, അവരുടെ ഫാമിലി, ചെക്കൻ്റെ ഫാമിലിയും പെണ്ണിൻ്റെ ഫാമിലിയും കൂടിയിട്ടുള്ള ഇതാണ്. അതെ സ്റ്റേജിൽ ഞങ്ങൾ ചെന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായി ഫുഡ് കഴിച്ച് പോരാൻ പറ്റി. ഞങ്ങളൊക്കെ വന്ന ശേഷം ഏട്ടനൊക്കെ പോയി ഫുഡ് കഴിക്കുന്ന ടൈമിൽ നല്ല തിരക്കായിരുന്നു പറഞ്ഞു. ഇതാണ് കേട്ടോ ചെക്കൻ്റെ സൈഡിൽ നിൽക്കുന്നതാണ് ചെക്കൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തിയുടെ ഹസ്ബൻഡ്, പിന്നെ അമ്മമ്മ. ഈ പെണ്ണിൻ്റെ സൈഡിൽ നിൽക്കുന്നത് പെണ്ണിൻ്റെ അച്ഛൻ, അമ്മ, പെണ്ണിൻ്റെ ഏട്ടൻ, ഏട്ടൻ്റെ വൈഫ്, പിന്നെ അച്ഛമ്മ, അമ്മമ്മ, ഭാനുമ്മ, അങ്ങനെ ആരൊക്കെയുണ്ട്, ഒത്തശ്ശി, അങ്ങനെ ആരൊക്കെയുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ബേബിക്കൊരു പ്രശ്നമുണ്ട്. ഫുഡ് അടിക്കാൻ കയറിയ പിന്നെ ഒരു ലോകമില്ല, ഫോണൊന്നും വേണ്ട അവൾക്ക്. അപ്പം ഞാൻ തന്നെ കണ്ടോ കഴിക്കണം. എൻ്റെ മുന്നേ വീഡിയോ കൊടുത്തു. എല്ലാം ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ്, പൊറോട്ട, പത്തിരി, ചിക്കൻ,
മട്ടൻ ഉണ്ടായിരുന്നില്ല, സോറി, അത് ഞാൻ കൂട്ടിയതാണ്. ബീഫ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ അത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഐസ്ക്രീമും കുറച്ച് പെണ്ണും ചെക്കനും മുറിച്ച കേക്കിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് തന്നു. അതും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വയറൊക്കെ വീർത്തു. അതെ, വയറൊക്കെ വീർത്തിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. നടക്കാൻ പറ്റാതെ ആയിട്ടും ഞങ്ങൾ നടന്നു, കുമ്പിടി വരെ നടന്നു ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ വീണ്ടും മന്യമ്പലത്തേക്ക് പോയി. ഓട്ടോ പ്രമിളമായി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോ പ്രമിളമായി എന്ന് പറയുന്നത് ആ മഞ്ഞ സാരിയിട്ട് പോണ ആളാണ്. അതാരാന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ ഭാര്യ, അമ്മയുടെ എഴുത്തിയമ്മയായി വരും. അതാണ് ആളാണ് പോണത്. ആളും ആ നാട്ടുകാരി തന്നെ കുമ്പിടി. അപ്പോൾ പിന്നെ അവർക്കറിയാം. ഞങ്ങൾ എന്നിട്ട് കുറേ നേരം നടന്നു. അവിടെ എത്തി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. ഏട്ടൻ വന്നു, ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ആകെ ക്ഷീണിച്ച് എല്ലാവരും. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.